ഖുർആൻ ക്ലാസ്സിൽ ആലു ഇമ്രാൻ എന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. 173 വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി 174 വാക്യം. അങ്ങനെ അവർ അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മടങ്ങി. അവർക്ക് യാതൊരു ഹാനിയും സംഭവിച്ചില്ല. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റുകയും ചെയ്തു. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. അപ്പോൾ ഉഹദ് യുദ്ധത്തിൽ അള്ളാഹു മലക്കുകളെ കൂട്ടി വന്നു എന്നൊക്കെ ബഡായി പറഞ്ഞെങ്കിലും അതിഭീകരമായ തിരിച്ചടി ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാവുകയും രണ്ടാമത് അവരെ തട്ടിക്കൂട്ടാൻ മുഹമ്മദ് വളരെയേറെ പാടുപെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു പഴങ്കഥ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിങ്ങളെയൊക്കെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്നും അങ്ങനെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് എന്നും അള്ളാഹുവിൻ്റെ ഔദാര്യവും സഹായം കൊണ്ടാണ് ആ സംഭവത്തിൽ നിങ്ങൾക്ക് ആപത്തൊന്നും സംഭവിക്കാതെ നിങ്ങൾ വലിയ ലാഭത്തോടു കൂടി തിരിച്ചു വന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് ഏതാണ് സംഭവം എന്നതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഏതായാലും അത് ബദർ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിൽ മുഹമ്മദും കൂട്ടരും ജയിക്കുകയാണല്ലോ ചെയ്തത്. അബൂ സുഫിയാനും കൂട്ടരും വലിയ പരാജയം നേരിട്ട് തിരിച്ചു പോയതിന് ശേഷം വീണ്ടും അവരെ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഏതോ ഒരു കാലത്തോ അബൂ സുഫിയാൻ്റെ സംഘത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മക്കയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മുഹമ്മദും സംഘവും പോയി എന്നും ആ യാത്രയിൽ അബൂ സുഫിയാനെ ആക്രമിക്കാൻ കിട്ടിയില്ല എന്നും പകരം അവിടെ ഒരു കച്ചവട സംഘവുമായിട്ട് മുഹമ്മദിന് കുറച്ച് വ്യാപാരമൊക്കെ നടത്തി കുറച്ച് ലാഭം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോരാൻ പറ്റിയെന്നും, എന്നാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് അബൂ സുഫിയാനും സംഘവും വലിയൊരു സംഘമാണ്, അവർ നല്ലോണം ഒരുങ്ങിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ നമുക്ക് വലിയ അപകടമുണ്ടാവും എന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു എന്നും, എന്നാൽ ആ ആശങ്കയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ യാത്രയിൽ നമുക്ക് ഒരാപത്തും സംഭവിക്കാതെ ലാഭകരമായി കച്ചവടമൊക്കെ ചെയ്ത് തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ടായി എന്നും അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഉഹുദിൽ തോറ്റതിന് ശേഷം അതിനു മുമ്പ് നടന്ന ഏതോ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പോരിശ പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ മുഹമ്മദ്. 175 നിശ്ചയമായും അവൻ പിശാച് തന്നെ. തൻ്റെ മിത്രങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അവരെ നിങ്ങൾ ഭയപ്പെടരുത്. സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ നിങ്ങൾ ഭയപ്പെടുക. ഇവിടെ ഇമാം റാസി അതിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. നബിയെയും അനുചരന്മാരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച നഈം ഇബ്നു മസ്ഊദിനെയാണ് ഇവിടെ പിശാച് എന്ന് പറയുന്നത് എന്ന് കരുതാം. അതായത് സാക്ഷാൽ പിശാച് അവൻ്റെ ആളെ വിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബഹുദൈവാരാധകരുമായി യുദ്ധത്തിന് പോകരുതെന്ന് നബിയെയും അനുചരന്മാരെയും ഗുണദോഷിച്ചവർ അവിശ്വാസികളും കപടവിശ്വാസികളുമായിരുന്നു. സത്യവിശ്വാസം ജനത്തെ പ്രതിയുള്ള ഭയത്തെ അവഗണിക്കാനും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടാനും താൽപ്പര്യപ്പെടുന്നു. അപ്പോൾ അത് പിശാച് ആയിരുന്നു എന്നും തൻ്റെ മിത്രങ്ങളെ ചൂണ്ടിക്കാട്ടി അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് എന്നും അവരെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇറക്കിയ ഈ ആയത്ത് നേരത്തെ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അബൂ സുഫിയാൻ്റെ സംഘത്തോട് നേരിടാൻ പോകുന്നത് അപകടമാണ് എന്ന് സൂചന നൽകിയ നഈം ഇബ്നു മസ്ഊദിനെയാണ് ഇവിടെ പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചീത്ത പറയുന്നത് എന്നൊക്കെയാണ് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കങ്ങൾ, നടന്ന ഓരോ സംഭവങ്ങളിലും ആ സംഭവത്തിൻ്റെ ജയപരാജയങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമം നടത്തുക. അതിന് ഈ അള്ളാഹു എന്ന ഫേക്ക് ഐഡിയ ഉപയോഗിച്ച് ദൈവമെന്ന സങ്കല്പത്തെ അങ്ങേയറ്റം പരിഹാസ്യമാക്കി അവഹേളിക്കുകയായിരുന്നു ഈ ഖുർആൻ എന്ന പേരിൽ മുഹമ്മദ് വെളിപാടുകൾ ഇറക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. ഓരോ സന്ദർഭത്തിലും പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൻ്റെ നിലവാരവും നിങ്ങൾ ഒരു ദൈവം ഈ ഒരു നിലവാരത്തിൽ സംസാരിക്കുമോ എന്ന് യുക്തിപരമായി ചിന്തിച്ചുകൊണ്ടൊന്ന് വിലയിരുത്തിയാൽ മതി. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പിടികിട്ടും. ഇതൊക്കെ പറയുന്ന സന്ദർഭം ഈ ഉഹദ് യുദ്ധത്തിൽ തോറ്റതോടുകൂടി
മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ കപടവിശ്വാസികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു. ഉഹുദ് യുദ്ധത്തിൽ തന്നെ നമ്മൾ കണ്ടു, ആകപ്പാടെ 14 പേരാണ് മുഹമ്മദിൻ്റെ കൂടെ ഉറച്ചു നിന്നത് എന്നും ബാക്കിയുള്ള വന്നവർ മുഴുവൻ മുഹമ്മദ് അടക്കം പിന്തിരിഞ്ഞോടി എന്നുള്ള കണക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ എനിക്കൊരു ഓർമ്മപ്പെശക് പറ്റിയിട്ടുണ്ട്. ആ മരിച്ച 70 പേരെ കൂട്ടാതെയാണ് ഞാൻ ആ കണക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മരിച്ച 70 പേരെ എന്തായാലും മുനാഫിക്കാണോ വിശ്വാസിയാണോ എന്നൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. മുനാഫിക്കാണെങ്കിലും യുദ്ധത്തിന് പോയാൽ മരിക്കും. ഏതായാലും മരിച്ചവർക്കൊക്കെ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ 14 പേരുടെ കൂട്ടത്തിൽ ഈ 70 പേരെ കൂടെ മാറ്റി വെച്ചിട്ട് മുനാഫിക്കുകളുടെ എണ്ണം ബാക്കി കണക്ക് കൂട്ടിയാൽ മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്കിൽ ആ 70 കൂടെ കൂട്ടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആ മരിച്ചുപോയ 70 പേരെ കാര്യം ഓർക്കാതെയാണ് ആ കണക്ക് പറഞ്ഞത്. എന്തായാലും മുനാഫിക്കുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു ഈ ഒരു ഉഹുദ് യുദ്ധം തോറ്റ സമയത്ത്. ആ മുനാഫിക്കുകളെ വീണ്ടും വിശ്വാസികളാക്കി മാറ്റാനും അവശേഷിക്കുന്ന വിശ്വാസികളെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനും ഉള്ള പരിശ്രമമാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാമിൽ നിന്ന് ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ബാലിശമായ അടവുകളാണോ പ്രയോഗിക്കുന്നത്, അതേപോലെയുള്ള ബാലിശമായ അടവുകളാണ് അന്ന് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും കൂടെ ചെയ്തിരുന്നത് എന്ന് ഈ ഖുർആൻ വായിച്ചാൽ മനസ്സിലാവും. 176 സത്യനിഷേധത്തിലേക്ക് പരസ്പരം മത്സരിച്ചോടുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്തിവെക്കാൻ അവർക്ക് കഴിയില്ല. പരലോകത്ത് അവർക്ക് യാതൊരു വിഹിതവും നൽകരുതെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. അവർക്കുണ്ട് വേദനാജനകമായ ശിക്ഷ. 177 സത്യവിശ്വാസത്തിന് പകരമായി നിഷേധം വിലക്ക് വാങ്ങിയവർ അള്ളാഹുവിന് ഒട്ടും ദോഷം വരുത്തിവെക്കുന്നതല്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇവിടെ വിശ്വാസത്തിന് പകരമായി അവിശ്വാസം വിലക്ക് വാങ്ങിയവർ എന്ന് പറഞ്ഞത് ഇങ്ങനെ ആ സമയത്ത് ഉഹുദ് യുദ്ധത്തിൽ തോറ്റതിന് ശേഷം ഒരുപാട് ആളുകൾ മുർത്തദായി വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നും, അങ്ങനെ വിശ്വാസത്തിൽ നിന്നതിന് ശേഷം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരെ, വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നവരെയാണ് ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുമാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. വിശ്വാസത്തിന് പകരം അവിശ്വാസം വിലക്ക് വാങ്ങിയവർ അള്ളാഹുവിനൊട്ടും ദോഷം വരുത്തിവെക്കുന്നതല്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അള്ളാഹുവിന് ദോഷം വരുത്തിവെക്കുന്ന ആരും പറഞ്ഞിട്ടുമില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് മുഹമ്മദ് അവതരിപ്പിക്കേണ്ടത്. തെളിവുകൾ അവതരിപ്പിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുക. അള്ളാഹ്ക്ക് ഇപ്പം എന്താ നഷ്ടങ്ങളാണ് പോയി വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് മതം വിട്ടുപോയവരെ. 178 നിശ്ചയമായും നിഷേധികൾക്ക്, കാഫറുകൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് തങ്ങൾക്ക് നല്ലതാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കേണ്ട. അവർക്ക് നാം സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്നത് കുറ്റം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. അവർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. ഇവിടെ തോറ്റതിനുള്ള ന്യായം പറയുകയാണ്. നമ്മൾ തോറ്റെങ്കിലും മറ്റൊരു ജയിച്ചെങ്കിലും ആ ജയിച്ചു പോയ ആൾക്കാർ അതുകൊണ്ട് ഞെളിയൊന്നും വേണ്ട, അവരൊക്കെ കൂടുതൽ പാപം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ആയുസ്സും അവരുടെ ജീവിതവും നീട്ടിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ന്യായം പറയുകയാണ്. അപ്പോൾ തോറ്റാൽ അത് അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ ഞാൻ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പോലെ തോൽപ്പിച്ചതാണ്, മറ്റവരെ ഞാൻ ജയിപ്പിച്ചത് പോലെ ആയുസ് നീട്ടിക്കൊടുക്കാനാണ്, കൂടുതൽ പാപം അവരെ കൊണ്ട് ചെയ്യിക്കാനാണ്, എന്നിട്ട് അവരെ കൂടുതൽ കഠിനമായ ശിക്ഷ കൊടുക്കാനാണ് എന്നൊക്കെയാണ് ന്യായം പറയുന്നത്. ഭീഷണി ഭീഷണി ഭീഷണി, ഇത് മാത്രമാണ് മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും കയ്യിലുണ്ടായിരുന്ന ആയുധം. ഈ ഭീഷണി കൊണ്ടല്ല, ഈ കാര്യങ്ങൾ കൃത്യമായി യുക്തിസഹമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസികളെ പിടിച്ചു നിർത്തേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതൊന്നും മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും അജണ്ടയിലില്ല. കാരണം അതിനുള്ള കോപ്പ് രണ്ടാളുടെയും കയ്യിലില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണി മുഴക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെ
താനാണ് ദൈവം എന്ന കാര്യം വിശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഒരു മതമുണ്ടാക്കിയിട്ട് ആ മതത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ അങ്ങനെ ആക്കോടാ അങ്ങനെ ആക്കോടാ, നിങ്ങളെ ഞാൻ അങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണ് ഉരുട്ടി മീശയും വിറപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് കാശിന് കൊള്ളൂല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ കാര്യങ്ങൾ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗവും അവലംബിക്കാതെ ഭീഷണി ഇങ്ങനെ അടിച്ചു വിടുക തന്നെ. എന്താ അതിൻ്റെ അർത്ഥം? മുഹമ്മദിൻ്റെ മനസ്സിലും മുഹമ്മദിൻ്റെ കയ്യിലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, വേറൊന്നുമല്ല. വട്ടപൂജ്യമായിരുന്നു മുഹമ്മദിൻ്റെ ദൈവവും മുഹമ്മദിൻ്റെ മതവും എന്നതിൻ്റെ തെളിവാണ് ഖുർആനിൽ നിരന്തരമായി നമ്മൾ ഈ കാണുന്ന ഭീഷണി. 179 വിശുദ്ധരിൽ നിന്ന് അശുദ്ധരെ വേർതിരിക്കാതെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ വിശ്വാസികളെ അള്ളാഹു വിടുന്നതല്ല. മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരിക എന്നതും ഉണ്ടാവില്ല. പക്ഷേ തൻ്റെ മുർസലുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഇതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദിയുടെ തഫ്സീറിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ ഈ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. The believers had asked about a sign by means of which they would differentiate between the believers and the hypocrites, and so Allah revealed this verse. വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയത്തിറക്കലും ചീത്ത പറയലുമായിരുന്നു നിരന്തരമായിട്ട്. കപടവിശ്വാസികളെ ഞാനിങ്ങനെയാക്കും, എനിക്കവരെ തിരിച്ചറിയാം, അവരെ ഹൃദയങ്ങളിലുള്ളത് എനിക്ക് തിരിച്ചറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കായിരുന്നു. മുഹമ്മദും അവകാശപ്പെട്ടിരുന്നു, എനിക്കതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, കാരണം അള്ളാഹിൻ്റെ സഹായത്തോടു കൂടി ഞാനതൊക്കെ തിരിച്ചറിയും. അപ്പോൾ അപ്പുറത്തുള്ള ആളുകൾ, ഈ കപടവിശ്വാസികളായ ആളുകൾ, അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുറച്ച് യുക്തിബോധം ഉണ്ടായിരുന്ന ആളുകൾ മുഹമ്മദിനോട് ചോദിച്ചു, എങ്ങനെയാണെന്ന ഈ ആൾക്കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും, അല്ലെങ്കിൽ ശരിയായ വിശ്വാസികളെയും കപടവിശ്വാസികളെയും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് അവർ വെല്ലുവിളിച്ചു. അത് പറഞ്ഞുകൊണ്ട് ഇവർ മുഹമ്മദിനെ പരിഹസിച്ചു. കാരണം കപടവിശ്വാസികളും വിശ്വാസികളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്തയും വിളിച്ച് കിടക്കല്ലാതെ ആരാണ് കപടവിശ്വാസി ആരാണ് ഒറിജിനൽ വിശ്വാസി എന്ന് മുഹമ്മദിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുഹമ്മദിനെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയാണ്. അപ്പോൾ അതിനെ പരിഹസിച്ചു. അതിലെ അയുക്തികതയും അതിലെ മണ്ടത്തരവും മനസ്സിലാക്കിയ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ മുഹമ്മദിനെ പരിഹസിക്കുകയും മുഹമ്മദിനോട് ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യും, എങ്ങനെയാണ് മുഹമ്മദേ നീയും അല്ലെങ്കിൽ നിൻ്റെ അള്ളാഹുവും ഈ കൂട്ടത്തിൽ നിന്ന് കപടവിശ്വാസവും ശരിയായ വിശ്വാസവും തിരിച്ചറിയാം? മനുഷ്യരുടെ മനസ്സിലുള്ള കാര്യമാണ് വിശ്വാസവും അവിശ്വാസം എന്ന് പറയുന്നത്. അത് ബാഹ്യമായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല. അത് ദൈവത്തിന് തിരിച്ചറിയണം, പക്ഷേ മുഹമ്മദിൻ്റെ ദൈവത്തിനെ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം മുഹമ്മദിനെ അറിയാത്ത ഒരു ചങ്ങാതിയാണ് മുഹമ്മദിൻ്റെ ദൈവം. ഇത് മനസ്സിലാക്കിയ ആളുകൾ മുഹമ്മദിനെ പരിഹസിക്കുകയും ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അതിനുത്തരമായിട്ട് പറഞ്ഞതാണ് ഈ വാക്യം എന്നാണ് വ്യാഖ്യാനങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. ഈ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. വിശുദ്ധരിൽ നിന്ന് അശുദ്ധരെ വേർതിരിക്കാതെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ സത്യവിശ്വാസികളെ അള്ളാഹു വിടുന്നതല്ല. അള്ളാഹു അവരെ വേർതിരിച്ചിട്ടേ വിടുള്ളൂ. മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരിക എന്നത് ഉണ്ടാവില്ല, കഴിയൂല. മറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ വിശ്വാസവും അവിശ്വാസവും കപടവിശ്വാസവും ഒക്കെ ഉണ്ട്. അതൊന്ന് വെളിപ്പെടുത്തിയിട്ട് ഇന്ന ആൾക്കാർ കപടവിശ്വാസികളാണ്, ഇന്ന ആൾക്കാർ വിശ്വാസികളാണ് എന്നൊന്ന് വേർതിരിച്ച് കാണിക്ക് എന്ന് മുഹമ്മദിൻ്റെ ഈ ബഡായിക്ക് മറുചോദ്യമായിട്ട്, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് ഒരു തെളിവായിട്ട് അവർ ആവശ്യപ്പെട്ടതാണിത്. അതിന് അള്ളാഹിനെ കൊണ്ട് മുഹമ്മദ് പറയുന്ന മറുപടി എന്താണ്? അങ്ങനെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പരിപാടിയൊന്നും അള്ളാഹ്ക്കില്ല. എങ്ങനെയുണ്ട്? അള്ളാഹിനെ കൊണ്ട് കഴിയൂല. അപ്പോൾ പിന്നെ അള്ളാഹു ഇങ്ങനെ പറയല്ലാതെ എന്താ ചെയ്യുക? പക്ഷേ തൻ്റെ മുർസലുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്.
അപ്പോൾ നബിമാരെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നബിമാരെ അള്ളാഹ് തിരഞ്ഞെടുക്കണു, അതുകൊണ്ട് നിങ്ങൾ ഇവരിലൊക്കെ വിശ്വസിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിനും പരിഹാസത്തിനും എന്തെങ്കിലും ഉത്തരം ഇതിനകത്തുണ്ടോ? ഉത്തരം മുട്ടിയ ഒരാളുടെ എന്തോ പറഞ്ഞുകൊണ്ടുള്ള ഒഴിഞ്ഞുമാറൽ എന്നതിനപ്പുറം ഒന്നുമില്ല. ഇതിൽ അള്ളാഹിനെ കൊണ്ട് കഴിയൂല. കപട വിശ്വാസിയെയും വേർതിരിച്ചറിയാൻ ഉഹുദ് യുദ്ധത്തിൽ തോൽപ്പിച്ച അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിയില്ല. തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അള്ളാഹു യുദ്ധം ഉണ്ടാക്കിയിട്ട് ആരൊക്കെയാണ് വെട്ടുക, ആരൊക്കെയാണ് മണ്ടുക എന്ന് നോക്കി ആകാശത്ത് ഒളിച്ചിരുന്നത്. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച, എല്ലാം മുൻകൂട്ടി അറിയുന്ന, എല്ലാവരുടെയും ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവരെ അള്ളാഹുവിന് അങ്ങനെ ഒളിച്ചു നോക്കിയൊരു പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ല. ആ അള്ളാഹു ഇവിടെ പറയാണ്, അങ്ങനെ മറഞ്ഞ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്ന പരിപാടിയൊന്നും നമുക്കില്ല. വെളിപ്പെടുത്താൻ കഴിയൂല, അതെന്നെ വെളിപ്പെടുത്താത്തത്. ഇതാണ് ന്യായം. അപ്പോൾ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു, യുക്തിസഹമായിരുന്നു, പക്ഷേ ഉത്തരം സ്വാഹ. ഇതാണ് അവസ്ഥ. ഇനി 180. തൻ്റെ അനുഗ്രഹം മൂലം അള്ളാഹു നൽകിയ ധനത്തിൽ പിശുക്ക് കാട്ടുന്നവർ ആ ലുബ്ധ് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് അതവർക്ക് വമ്പിച്ച ദോഷമാണ്. തങ്ങൾ പിശുക്ക് കാട്ടുന്ന ധനം കൊണ്ട് അന്ത്യദിനം അവർക്ക് കണ്ഠാഭരണം അണിയിക്കപ്പെടുന്നതായിരിക്കും. ആകാശഭൂമികളുടെ അനന്തരാവകാശം അള്ളാഹുവിനാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇത് ഉഹുദ് യുദ്ധത്തിന് പോകുന്ന സമയത്തും മറ്റ് കൊള്ളകൾക്ക് പോകുന്ന സമയത്തും മുഹമ്മദ് ഫണ്ട് സ്വരൂപിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും ഫണ്ട് കൊടുക്കാൻ തയ്യാറായില്ല. പല കാരണങ്ങൾ പറഞ്ഞു. അള്ളാഹ്ക്കും വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പ്രവാചകനും പഠിച്ചവനൊക്കെ കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ അതിന് ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആളുകൾ ഫണ്ട് നിരസിച്ചു. അങ്ങനെ ഫണ്ട് കൊടുക്കാൻ വിസമ്മതിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ. തൻ്റെ അനുഗ്രഹം മൂലം അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ലുബ്ധ് കാട്ടുന്നവർ ആ ലുബ്ധ് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കേണ്ട. മറിച്ച് അതവർക്ക് വമ്പിച്ച ദോഷമാണ്. തങ്ങൾ പിശുക്ക് കാട്ടുന്ന ധനം കൊണ്ട് അന്ത്യദിനം അവർക്ക് കണ്ഠാഭരണം അണിയിക്കുന്നതായിരിക്കും. ഈ പിശുക്കി വെച്ച സാധനമൊക്കെ പോടണ്ടല്ലോ, അതൊക്കെ പോടെ അന്ന് അന്ത്യദിനത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം എൻ്റെ കഴുത്തിലിടും എന്നാണ് പറയുന്നത്. ആകാശഭൂമികളുടെ അനന്തരാവകാശം അള്ളാഹുവിനാകുന്നു. അത്രയും അവകാശമുള്ള അള്ളാഹു എന്തിനാണ് മനുഷ്യന്മാരോട് പൈസ ചോദിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നാണ് കഴിഞ്ഞ വാക്യത്തിൽ അള്ളാഹു ഒഴിഞ്ഞു മാറിയതിൽ നിന്ന് മനസ്സിലായത്. കപട വിശ്വാസിയും വേർതിരിച്ചറിയാൻ പോലും കഴിയാത്ത അള്ളാഹുവാണ് സൂക്ഷ്മമായി എല്ലാം അറിയുന്നു എന്നിവിടെ വീമ്പ് പറയുന്നു. ബഡായും വീമ്പും അല്ലാതെ സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന യാതൊന്നും ഈ അള്ളാഹുവിൻ്റെ വെളിപാടായിട്ട് വന്നിട്ടില്ല. 181. നിശ്ചയമായും അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേൾക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവർ ആ പറഞ്ഞിട്ടുള്ളതും അന്യായമായി നബിമാരെ കൊന്നുകളഞ്ഞതും നാം രേഖപ്പെടുത്തി വെക്കും. കരിച്ചു കളയുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കുക എന്ന് നാം അവരോട് പറയുകയും ചെയ്യും. അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരെക്കുറിച്ച് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ ആയത്ത് ഇത് അള്ളാഹു കേട്ടതല്ല, ഇത് മുഹമ്മദ് കേട്ടതാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്, ഏതാണ് അതിൻ്റെ സന്ദർഭം എന്ന് തഫ്സീറുകളിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്ദർഭ വിവരണം ഞാൻ വാഹിദി തഫ്സീറിൽ നിന്ന് ഇവിടെ കാണിക്കുകയും ചെയ്യാം. റാസിയുടെ തഫ്സീറിൽ നിന്ന് അതിൻ്റെ ചുരുക്കം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. യഹൂദികളായ ബനൂ ഖൈനുക്കായിനെ ഇസ്ലാമിലേക്ക് വിളിച്ച് നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനും അള്ളാഹുവിനു വേണ്ടി ഉത്തമമായ കടം കൊടുക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് നബിയും അബൂബക്കറും കത്തയച്ചിരുന്നു. ഈ അള്ളാഹുവിന് കടം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരായത്ത് ഖുർആനിലുണ്ട്. ആ ആയത്ത് ഓതിയ സമയത്ത് തന്നെ യഹൂദന്മാർ കളിയാക്കിയിട്ടുണ്ട്. ഈ പാവം അള്ളാഹുവിന് നമ്മൾ കടം കൊടുക്കണം, അപ്പോൾ അള്ളാഹു ഇത്രയും ദരിദ്രനും നമ്മൾ ഇത്രയും ധനികരുമാണോ എന്ന ചോദ്യം ആ ആയത്തിറങ്ങിയ സമയത്ത് തന്നെ ജൂതന്മാർ ചോദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അതേ കാര്യം പറഞ്ഞുകൊണ്ട് യഹൂദികളായ ആളുകളുടെ അടുത്തേക്ക് യുദ്ധത്തിന് പോകാനുള്ള ഫണ്ടും ചോദിച്ച് ആര് പോയി? നബിയും അബൂബക്കറും
കത്തയച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കത്തയക്കുക മാത്രമല്ല, അവർ നേരിട്ട് പോയി ചോദിച്ചു എന്നും തഫ്സീറുകളിലുണ്ട്. അപ്പോൾ ഫൻഹാസ് എന്നയാൾ ചോദിച്ചു, ഞങ്ങളിൽ നിന്ന് കടം വാങ്ങാൻ മാത്രം അള്ളാഹു ഇത്രയ്ക്ക് ദരിദ്രനായോ? സാമാന്യ യുക്തികളിൽ ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്, നമ്മളും ചോദിക്കാറുള്ള ചോദ്യമാണ്. അള്ളാഹിൻ്റെ പേരിലും പടച്ചോൻ്റെ പേരിലും പൈസക്ക് ഫണ്ടിന് വരുന്ന ആളുകളോട് ഈ പടച്ചോൻ എന്തിനാണ് ഈ പൈസ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഈ പ്രപഞ്ചം, ഈ ദുനിയാവും മുഴുവൻ പടച്ചോൻ്റെ ആണെങ്കിൽ ആ പടച്ചോൻ പിന്നെ യുദ്ധത്തിന് പോകാൻ ഫണ്ടും ചോദിച്ച് വരേണ്ട ആവശ്യമില്ല, മനുഷ്യനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരിഹാസ്യത അന്ന് യഹൂദന്മാർ അബൂബക്കറിനോടും മുഹമ്മദിനോടുമൊക്കെ ചോദ്യരൂപത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ അവൻ്റെ മുഖത്തടിച്ചു, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ പേരിൽ നിൻ്റെ തല ഞാൻ എടുക്കുമായിരുന്നു. ഒരു ഡോക്ടറായിരുന്നു അയാൾ എന്നാണ് പറയുന്നത്. അയാൾ ഈ ജൂതന്മാരുടെ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബൂബക്കർ അവിടെ കയറി ചെല്ലുന്നത്. ഇതിനകത്ത് മുഹമ്മദ് അബൂബക്കറും കത്തയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, വാഹിദിയുടെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ളത്, അബൂബക്കർ അവിടെ പോയിട്ട് ഈ ജൂതന്മാരിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരോട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം, ഇസ്ലാം മതം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ യുദ്ധത്തിനുള്ള ഫണ്ടും തരണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന് കടം കൊടുത്താൽ അതിൻ്റെ പലിശ അവിടെ കിട്ടും എന്ന ആയത്ത് ഓതിയിട്ട് അവരോട് അള്ളാഹുവിനും വേണ്ടി കടം ചോദിച്ചു, അള്ളാഹുവിന് വേണ്ടി യുദ്ധ ഫണ്ട് ചോദിച്ചു. അപ്പോഴാണ് ഈ ഡോക്ടറായിരുന്ന ഈ ഫൻഹാസ് എന്ന് പറയുന്ന ചങ്ങാതി ഈ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഞങ്ങൾ ധനികരും അള്ളാഹു ദരിദ്രരുമാണല്ലേ എന്ന ചോദ്യം അവർ ഉന്നയിച്ചത്. അപ്പോൾ അബൂബക്കർ ഓടി ചെന്നിട്ട് അവൻ്റെ മുഖത്ത് അടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും ഞങ്ങളുമായിട്ട് ഒരു കരാറില്ലായിരുന്നെങ്കിൽ, ഈ കരാർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതുവരെ ഈ ജൂതന്മാർ ദിമ്മികളായിരുന്ന സമയത്താണ്, അതല്ലെങ്കിൽ ഈ ജൂതരും ഔസ് ഖസ്റജ് എന്ന് പറയുന്ന മദീന ഗോത്രക്കാരും തമ്മിലുള്ള സൗഹൃദ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഉണ്ടാക്കിയ അഖബ ഉടമ്പടിയിൽ ഇവരെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു കരാറുണ്ട്. ഈ ജൂതന്മാർ മറ്റവരുമായിട്ട് സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ അവരുടെ സഖ്യകക്ഷി എന്ന നിലക്ക് മുഹമ്മദും കൂട്ടരും അവരെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു കരാറെന്ന് നിലവിലുണ്ട്. എന്നിട്ട് ഉമർ പറയുന്നത്, ആ കരാറെങ്ങാനും നിലവിലില്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുമായിരുന്നു, നിൻ്റെ തല ഞാൻ എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവനെ അടിച്ചത്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് നബിയോട് പരാതിപ്പെട്ടു. അപ്പോഴാണ് ഈ സൂക്തം അവതരിച്ചതത്രേ. നോക്കൂ, ഫണ്ട് ചോദിച്ച് ദൈവത്തിന് കടം കൊടുക്കണം എന്നും പറഞ്ഞ് ഫണ്ടും ചോദിച്ച് ജൂതന്മാരുടെ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു ചെന്നിട്ട് അബൂബക്കർ ഇത് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ പടച്ചോൻ എന്തിനാണ് ഞങ്ങളെ ഫണ്ട്, പടച്ചോൻ ഞങ്ങളെക്കാൾ ദരിദ്രനാണോ എന്ന തമാശ രൂപത്തിൽ, പരിഹാസ രൂപത്തിൽ ചോദ്യം ഉന്നയിച്ചതിന് അബൂബക്കർ അവനെ അടിക്കുകയും അവൻ്റെ നേരെ വധഭീഷണി ഉയർത്തുകയും ചെയ്തു. എന്നിട്ട് അവൻ അവിടുന്ന് എണീറ്റ് വന്നിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോൾ മുഹമ്മദ് അള്ളാനെ വിളിച്ചിട്ട് ഇറക്കിയ ആയത്താണ് ഇത് എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ജൂതന്മാർക്കെതിരെ വേറെ പരദൂഷണം പറയുകയാണ്. മൂസാ നബി അവരെ ധർമ്മയുദ്ധത്തിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നീയും നിൻ്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കാം. ജൂതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന് ഞങ്ങൾ ജിഹാദ് കൊണ്ട് എന്ത് കാര്യം, അവൻ സ്വയം കഴിവുള്ളവനായിരിക്കെ. ഇവിടെ നബി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിനെന്തിനാണ് ഞങ്ങളുടെ പണം, അവൻ പരാശ്രയമുക്തനുമാണല്ലോ. ഈ വിധത്തിൽ ഇത് യഹൂദികളിലേക്ക് ചേർക്കുന്നത് അനുയോജ്യം തന്നെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഡ്ഢികളും ഇപ്രകാരം പുലമ്പുക അസാധ്യമായ കാര്യമല്ല. വിഡ്ഢികളല്ല ഇങ്ങനെ പുലമ്പുക, മറിച്ച് സാമാന്യ യുക്തിയുള്ള ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണിത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ പടച്ചോന്, എന്ന് പറഞ്ഞാൽ എന്തും സാധ്യമാകുന്ന പടച്ചോന് നമ്മൾ ഫണ്ട് കൊടുക്കണം, കടം കൊടുക്കണം, ആ പടച്ചോന് വേണ്ടിയിട്ട് നമ്മൾ വാളെടുത്ത് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ, പരാശ്രയം വേണ്ടാത്ത ഈ പടച്ചോന് ഈ കോലത്തിൽ പരിഹാസ്യമാക്കി അവതരിപ്പിച്ചാൽ ഈ യുക്തിപരമായ ചോദ്യം ചോദിക്കുന്നത് വിഡ്ഢികളല്ല, യുക്തിയും ബുദ്ധിയുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളൊക്കെ സ്ഥിരമായി വിശ്വാസികളോട് ചോദിക്കാറുള്ള ചോദ്യമാണിത്. പരാശ്രയമുക്തനായ അള്ളാഹു ഞങ്ങളോട് കടം ചോദിക്കുകയില്ല, അതിനാൽ മുഹമ്മദ് ആ അള്ളാഹുവിൻ്റെ നബിയല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അള്ളാഹുവിൻ്റെ ദൂതനെതിരെയുള്ള പരിഹാസമായിരുന്നു അത്. എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ് അള്ളാഹു എന്ന് സൂക്തം അറിയിക്കുന്നു. അള്ളാഹു ശ്രദ്ധിച്ച് കേൾക്കുകയും ശ്രദ്ധിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോലത്തിലൊന്നും ആവില്ലായിരുന്നു. അള്ളാഹുവിന് അതിനൊന്നുള്ള കഴിവില്ല എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് ചുരുക്കി പറയുന്നത്. കുറേ കൂടെ വിശദമായിട്ട് വാഹിദിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ടത് വായിക്കാം. നിശ്ചയമായും അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേൾക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവർ ആ പറഞ്ഞിട്ടുള്ളതും അന്യായമായി നബിമാരെ കൊന്നുകളഞ്ഞതും നാം രേഖപ്പെടുത്തി വെക്കും. കരിച്ചു കളയുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കുക എന്നും നാം അവരോട് പറയുകയും ചെയ്യും. ഈ ജൂതന്മാർ ഇതുപോലെയുള്ള പരിഹാസം ഉന്നയിക്കുക, എന്തെങ്കിലും ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കുകയോ ചെയ്താൽ അപ്പോഴൊക്കെ ജൂതന്മാർ പ്രവാചകന്മാരെ കൊന്നിരിക്കുന്നു, അവർ പ്രവാചകന്മാരെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഴങ്കഥ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയാണ് ഈ ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം നിലവാരം കുറഞ്ഞ വർത്തമാനങ്ങളാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ പറയുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. ഇസ്രായേല്യർ എന്ന് പറയുന്ന അവരുടെ കഥാപുസ്തകത്തിൽ, അവരുടെ കഥയിൽ അന്ന് പണ്ട് കാലത്ത് ധിക്കാരം കാണിച്ചവരുണ്ട്, അവരെ ദൈവം ശിക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. ആ കഥയിൽ നിന്ന് ധിക്കാരം കാണിച്ച ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക, എന്നിട്ട് നിങ്ങളും അവരും ഒന്നാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മദീനയിലെ ജൂതന്മാർ മുഹമ്മദിൽ വിശ്വസിക്കാതിരുന്നത്? നമ്മൾ പല തവണ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തതാണ്. മുഹമ്മദിനോട് ചോദിച്ച ഒരു ചോദ്യത്തിനും അവർക്ക് മര്യാദക്കുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. ഇതുപോലെ പരിഹാസ്യമാകുന്ന ഉത്തരങ്ങൾ നൽകി വെള്ളം കുടിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് മുഹമ്മദിൽ വിശ്വസിക്കേണ്ട യാതൊരു ബാധ്യതയും അവർക്കില്ല. മുഹമ്മദ് പ്രവാചകനാണ് എന്നതിന് അവർക്ക് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. അതിനവരെ അവരുടെ കഥയിലുള്ള ധിക്കാരം കാണിച്ച പണ്ടത്തെ ഇസ്രായേല്യരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതല്ലേ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായിട്ടുള്ള വാദമാണ് എന്ന് ആലോചിക്കാവുന്നതാണ്. മൗദൂദി ഇതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: ഈ വാക്ക് യഹൂദന്മാർ പരിഹാസസ്വരത്തിൽ പറഞ്ഞതാണ്. അള്ളാഹുവിന് നല്ല കടം നൽകുവാൻ ആരുണ്ട് എന്ന ഖുർആൻ വചനം വിശുദ്ധ ഖുർആനിൽ അവതരിച്ചപ്പോൾ അവർ പറഞ്ഞു, മഹാദരിദ്രൻ തന്നെ, പാവം ദൈവം, അവനിപ്പോൾ അടിയാന്മാരോട് കടം ചോദിക്കുകയാണ്. ഇങ്ങനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. 182 അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. നിശ്ചയമായും അള്ളാഹു തൻ്റെ അടിമകളെ ദ്രോഹിക്കുന്നവനല്ല. കരിച്ചു കളയുന്ന അഗ്നിശിക്ഷ അവർ രുചിക്കും എന്ന് പറഞ്ഞിട്ട് അനുബന്ധമായിട്ട് പറയുകയാണ്, അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അത് അള്ളാഹു അടിമകളെ ദ്രോഹിക്കുന്നവനൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. 183 ഒരു ദൂതനെയും അദ്ദേഹം തങ്ങൾക്ക് ഒരു ബലി നടത്തിത്തരികയും അതിനെ അഗ്നി ഭക്ഷിക്കുകയും ചെയ്യുന്നതുവരെ വിശ്വസിക്കരുത് എന്ന് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ആണ് അവർ. താങ്കൾ പറയുക, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും നിങ്ങൾ പറഞ്ഞതുകൊണ്ടും എനിക്ക് മുമ്പ് പല ദൂതന്മാരും നിങ്ങളുടെ അടുക്കൽ വന്നുവല്ലോ. സത്യവാദികളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത്, അവരെ വധിച്ചത്? ഇത് ജൂതന്മാർക്കെതിരായിട്ടുള്ള മറ്റൊരു ബാലിശമായ വാദമാണ്. ഇവിടെ ബൈബിളിൽ പല സ്ഥലത്തും, ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൽ പല സ്ഥലത്തും പറയുന്ന ഒരു അത്ഭുതമുണ്ട്. അവർ അവരുടെ ദൈവത്തിന് വേണ്ടി മൃഗത്തിനെയൊക്കെ ബലി നടത്തിയിട്ട് ഈ ഹോമകുണ്ഡത്തിൽ വെച്ചിട്ട് അവരിങ്ങോട്ട് മാറിപ്പോന്നാൽ ഉടനെ അത്ഭുതകരമായൊരു തീ വന്നിട്ട് ആ ബലി മാംസത്തെ ചുട്ടുകൊടുക്കുമായിരുന്നു. ഇത് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അങ്ങനെ ദൈവം വന്ന് ബലി സ്വീകരിക്കാൻ വേണ്ടി ഒരു തീ ഇറക്കിക്കൊണ്ട് അത്ഭുതം കാണിച്ചുകൊണ്ട് ബലി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പ്രവാചകനാണെന്നും പറഞ്ഞ് വരുന്നവരിൽ വിശ്വസിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള അത്ഭുത വൃത്തികൾ കാണിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് ജൂതന്മാർ പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വേദഗ്രന്ഥത്തിൽ അവരുടെ പ്രവാചകൻ്റെ കാലത്ത്, അവരുടെ മോശയുടെ കാലത്തും ഒക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ചിരുന്ന ഒരു അത്ഭുതം, അവർ വിശ്വസിക്കുന്ന അത്ഭുതം, ആ അത്ഭുതം അനുസരിച്ച് ദൈവത്തിന് വേണ്ടി അവരെന്തെങ്കിലും ബലി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ദൈവം തീ ഇറക്കി ആ ബലിമൃഗത്തിനെ കത്തിക്കുകയോ ചുടുക ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവർ ബലി നൽകിയിരുന്നത് എന്നാണ് അവരുടെ വേദത്തിൽ ആവർത്തിച്ച് പറയുന്നത്. മൗദൂദി അതിൻ്റെ നമ്പറൊക്കെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ വേദത്തിൽ ബൈബിളിൽ എവിടെയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ അത് വെച്ചുകൊണ്ട് അങ്ങനെ മുഹമ്മദ് ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് കള്ളനാണ് എന്ന നിലപാട് സ്വീകരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ദൈവമാണ് മുഹമ്മദിൻ്റെ ഈ വെളിപാടും കൊണ്ട് വരുന്നതെങ്കിൽ, ഇത് ഈ അള്ളാഹു ഒരു ദൈവമാണെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അള്ളാഹു എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ നിങ്ങളൊരു ബലിമൃഗത്തിനെ കൊണ്ടുവന്നൊരു ഹോമകുണ്ഡത്തിൽ വെക്കുകയും ഞാൻ കാണിച്ചു തരാം എന്ന് ആയത്തിറക്കിയിട്ട് അവരത് അങ്ങനെ ചെയ്യുമ്പോൾ തീ ഇറക്കിയിട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്?
അങ്ങനെ കത്തിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ജൂതന്മാർക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? അവിടെ മദീനയിൽ ഒറ്റ ജൂതം പിന്നെ ബാക്കി ഉണ്ടാവും. എല്ലാവരും ഇസ്ലാം സ്വീകരിക്കൂലേ? കപടവിശ്വാസികളായിട്ട് പിന്നെ മുഹമ്മദിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവരും വിശ്വസിക്കൂലേ? കാരണം അവർ വെല്ലുവിളിച്ചതാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ വേദത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയാണ് അന്നൊക്കെ സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഒരു അത്ഭുതം കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഈ അള്ളാഹു, സർവശക്തനായ അള്ളാഹു, കുൻ പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ഒരു ബലിമൃഗത്തിനെ തീയിറക്കിയിട്ട് ചൂടാൻ കഴിയില്ലേ? അതാണ് കാണിച്ചു കൊടുക്കല്ലേ അള്ളാഹു വേണ്ടത്? അപ്പോഴല്ലേ വിശ്വാസം ഉണ്ടാവുക? എങ്കിൽ പിന്നെ അള്ളാഹു ഇങ്ങനെ ഈ വാളെടുത്ത് വെട്ടിക്കേണ്ടേയും യുദ്ധം ചെയ്യിക്കേണ്ടേയും ഇതുപോലെ കടം ചോദിക്കേണ്ടേയും നെലിമുളിയും കൂടേണ്ടേയും ചീത്ത വിളിക്കേണ്ടേയും ഭീഷണിപ്പെടുത്തേണ്ടേയും എല്ലാ സാഹചര്യം വരുമോ? മക്കയിൽ ഒരു 13 കൊല്ലം ആവശ്യപ്പെട്ടത് ഇതുപോലെ എന്തെങ്കിലും പ്രവാചകന്മാർ കാണിച്ചു എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞ എന്തെങ്കിലും അത്ഭുതം കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദിനെ വെല്ലുവിളിച്ചത്, തെളിവ് തരാൻ പറഞ്ഞിട്ട്. 13 കൊല്ലം മുഹമ്മദിന് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ജൂതന്മാരുടെ വേദത്തിൽ അവരുടെ പ്രവാചകന്മാരുടെ കാലത്ത് നടന്നു എന്ന് അവർ വിശ്വസിക്കുന്ന, അവരുടെ വേദത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു അത്ഭുതത്തിൻ്റെ തീ കത്തിക്കാനേ അവർ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു തീ കത്തിച്ച് കാണിച്ചുകൊണ്ട് അള്ളാഹു തന്നെയാണ് ഇത് പറയുന്നത് എന്ന് ഈ മദീനക്കാരെ ബോധ്യപ്പെടുത്താനും അള്ളാഹുവിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു ചിത്താന്തം പിടിച്ച് വാശി പിടിച്ച് ഞാൻ അങ്ങനെയൊന്നും ഒരു അത്ഭുതവും മുഹമ്മദിൻ്റെ കാലത്ത് കാണിക്കൂല എന്ന് ഈ 23 കൊല്ലം അള്ളാഹു വാശി പിടിച്ച് നടക്കേണ്ട ആവശ്യം എന്തെന്നാണ് എൻ്റെ ചോദ്യം. എന്നിട്ട് ഈ മനുഷ്യന്മാരെ തമ്മിൽ ഈ കോലത്തിൽ യുദ്ധം ചെയ്യിക്കുകയും ആക്രമിക്കുകയും കൂട്ടക്കൊല ചെയ്യിക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അള്ളാഹുവിന്? അള്ളാഹു ആണെങ്കിൽ ഇവരാവശ്യപ്പെട്ട, മക്കയിൽ ആവശ്യപ്പെട്ട ഒരത്ഭുതം, മദീനയിൽ ജൂതന്മാർ ഈ ആവശ്യപ്പെട്ട ഈ ഒരു അത്ഭുതം, ലേശം തീ ഇറക്കിയിട്ട് വന്ന് കത്തിച്ചു കാണിച്ചുകൊണ്ടുള്ള ഒരു അത്ഭുതം കാണിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടക്കൊല ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ കപട വിശ്വാസികളെ മുഴുവൻ വിശ്വാസികളാക്കാൻ പറ്റൂലേ? ലോകം മുഴുവൻ വിശ്വാസികളാക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു അത്ഭുതം മുഹമ്മദിന് കാണിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തോടെ സാധിച്ചില്ല? മുഹമ്മദ് കള്ളനായിരുന്നു എന്നതും ഈ അള്ളാഹു വെറും ഉഡായിപ്പായിരുന്നു എന്നതിനും തെളിവാണത്. എന്നിട്ട് പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ. ഒരു ദൂതനെയും അദ്ദേഹം തങ്ങൾക്ക് ഒരു ബലി നടത്തി തരികയും അതിനെ അഗ്നി ഭക്ഷിക്കുകയും ചെയ്യുന്നത് വരെ വിശ്വസിക്കരുത് എന്ന് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണവർ. താങ്കൾ അവരോട് പറയുക, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും നിങ്ങൾ പറഞ്ഞതുകൊണ്ടും എനിക്ക് മുമ്പ് പല ദൂതന്മാരും നിങ്ങളുടെ അടുക്കൽ വന്നുവല്ലോ. സത്യവാദികളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത്? എന്താ ഇതിനൊക്കെ അർത്ഥം? ഇവിടെ ഇസ്രായേലിയർ എന്ന് പറയുന്ന അവരുടെ ഇടയിൽ വന്ന ചില കള്ളപ്രവാചകന്മാരെ കൊന്ന കഥയൊക്കെ അവരുടെ പുസ്തകത്തിലുണ്ട്. അവരെ കൊന്നതിൻ്റെയൊക്കെ കാരണം അതിനകത്തുണ്ട്. അവർ പ്രവാചകന്മാരാണെന്ന് തെളിയിക്കാതെ കള്ളപ്രവാചകന്മാർ വന്നതുകൊണ്ടായിരിക്കും അവർ കൊന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അതൊന്നും അല്ല, പ്രവാചകന്മാർ തന്നെ അവർ കൊന്നു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറേണ്ട എന്താവശ്യമാണ് സർവശക്തനായ ഒരു അള്ളാഹുവിനുള്ളത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രവാചകന്മാർ കാണിച്ചിരുന്നത് പോലെ ഒരു അത്ഭുതത്തിൻ്റെ തീ കാണിച്ചുകൊണ്ടാ എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അതിന് പറയുന്നത്, എന്നിട്ടും നിങ്ങൾ അങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടും അന്നത്തെ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നില്ലേ? മദീനയിലുള്ള ജൂതന്മാരാണോ പ്രവാചകന്മാരെ? ബൈബിളിൽ പറയുന്ന കഥയിൽ ഈ പ്രവാചകന്മാരെ കൊന്നു എന്ന് പറയുന്ന ആൾക്കാർ അവരെ പൂർവ്വകഥയിൽ കൊന്ന കഥ പറയുന്നുണ്ട്. ആ കൊന്ന കഥയൊക്കെ പറയുമ്പോഴും അവരുടെ വേദത്തിൽ കഥയിലും വിശ്വസിക്കുന്നുമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത വിളിക്കുകയാണ് ഇവിടെ മുഹമ്മദ്. ഇത് ഉത്തരം മുട്ടുമ്പോൾ എന്തെങ്കിലും ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോരെ? അള്ളാഹുവിന് അവിടെ ഒരു തീയിറക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ജൂതന്മാരെയും കൂടെയുള്ള കപടവിശ്വാസികളെയും എല്ലാവരെയും വിശ്വാസികളാക്കാൻ ഒരു നിമിഷം കൊണ്ട് കഴിയുമായിരുന്നില്ലേ? അള്ളാഹു ആണെങ്കിൽ, ദൈവമാണെങ്കിൽ. എന്നിട്ട് അത് ചെയ്യാതെ ഈ ജാതി മുടന്ത ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് എന്തിനായിരുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഉഡായിപ്പായിരുന്നു. അത് തന്നെയാണ്. മുഹമ്മദിൻ്റെ അള്ളാഹുവും പക്ക ഉഡായിപ്പായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേടൊന്നും ഒരു ദൈവത്തിന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരുടെ മുമ്പിൽ വന്നു പെടില്ല. ഇനി അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അടുത്ത 2 വാക്യങ്ങളിൽ. 184. എന്നാൽ അവർ താങ്കളെ നിഷേധിച്ചുവെങ്കിൽ
താങ്കളുടെ മുമ്പ് വ്യക്തമായ തെളിവുകളും ഏടുകളും വെളിച്ചം നൽകുന്ന ഗ്രന്ഥവും കൊണ്ടുവന്ന പല ദൂതന്മാരും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ടുള്ള ദൂതന്മാർ ദൃഷ്ടാന്തം കൊണ്ടുവന്നിട്ടും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ജൂതന്മാരാവശ്യപ്പെട്ടതിനത് മറുപടിയാകുമോ? മറിച്ച് മുഹമ്മദിൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല എന്നല്ലേ അവർക്കും നാട്ടുകാർക്കും ഇത് വായിക്കുന്ന നമുക്കും ബുദ്ധിയുള്ളവർക്കും ബോധ്യപ്പെടുക. അജാതി മണ്ടത്തര ഒരു ദൈവം ചെയ്യുമോ? എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. 185 ഓരോ ദേഹവും മരണത്തെ രുചിച്ചു നോക്കും, നിങ്ങൾക്കുള്ള പ്രതിഫലം പുനരുത്ഥാന ദിവസത്തിൽ പൂർത്തിയായി നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അതിനാൽ ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവൻ വിജയിച്ചു. ഐഹിക ജീവിതം വഞ്ചിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്. മത്താവും ഉറൂറും. ഈ ഇഹലോകത്തെ ജീവിതം നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വിഭവമാണ്. ഈ ഖുർആനിൽ പലയിടത്തും ആവർത്തിക്കുന്ന ഒരു വഷളത്തരമാണത്. ഈ വഷളത്തരമാണ് മുസ്ലിം സമൂഹത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നത്. ഈ ഇസ്ലാം ജീവിതത്തിൻ്റെ അല്ല മരണത്തിൻ്റെ ദർശനമാണ് എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. ഈ ഇഹലോകത്തെ ജീവിതം വെറും ചതിക്കാനുള്ള വിഭവമാണ്. അള്ളാഹു ചതിക്കാൻ വേണ്ടി കുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജൂതന്മാർ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴും അവർക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാതിരുന്നത് എന്തിനാണ്? ചതിക്കുകയാണ്. ചതിച്ചിട്ട് നരകത്ത് കൊണ്ടേ നിറക്കണം മൂപ്പർക്ക്. ഇതാണ് ആവശ്യം എന്നാണ് പറയുന്നത്. എത്ര യുക്തിഹീനമായ എത്ര വൃത്തികെട്ട ആശയങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളെ താൻ കൊടുത്തയച്ച ഒരു ആശയം, ഒരു മതം, അല്ലെങ്കിൽ ഒരു ദർശനം, അല്ലെങ്കിൽ ഒരു ജീവിത പദ്ധതി ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ 24 മണിക്കൂർ നരകം 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 എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? സ്വർഗത്തിലെ കള്ള് പെണ്ണ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ വെല്ലുവിളിച്ചാൽ ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് വെല്ലുവിളിച്ച ആൾക്കാരെ തെറി പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്ന പണിയാണോ? ഈ ഒരു ചോദ്യം സാമാന്യ യുക്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ഇനി ഈ അധ്യായത്തിൽ അധികം വാക്യങ്ങളില്ല. 200 വാക്യങ്ങളാണ് മൊത്തം ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായം കഴിഞ്ഞാൽ നമുക്ക് സൂറത്തുൽ അഹ്സാബ് എന്ന രസകരമായ അധ്യായത്തിലേക്ക് കടക്കാം.